ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, സെയിം മട്ടൻ വെച്ചിട്ടും ചെയ്യാം, ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബീഫാണ്. കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഏകദേശം 1 കിലോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കിലോ എടുക്കുന്നെങ്കിൽ 3/4 കിലോ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 1 കിലോ വേണമെന്നുണ്ടെങ്കിൽ 1 കിലോ എടുക്കാം. ഞാനിപ്പോൾ 1 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 2 വലിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ ഞാൻ കറിവേപ്പില ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 4-5 പച്ചമുളക് ഒന്ന് 2ആയി കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് തക്കാളിയും 2 വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്ന കൊണ്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഇനി 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ഇറച്ചി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട, മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചിക്കൻ ആണെങ്കിൽ നല്ല പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആണെങ്കിൽ 1 വിസിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. 1 വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ബീഫ് ആയതുകൊണ്ട്, ബീഫ് അല്ലെങ്കിൽ മട്ടൻ ആണെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ആണെങ്കിൽ ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. മട്ടൻ അല്ലെങ്കിൽ ബീഫാണെങ്കിൽ 8 വിസിൽ അല്ലെങ്കിൽ ഒരു 10 വിസിലൊക്കെ വേവിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് അറിയാലോ വേവ്, അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 8 വിസിൽ വരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയ ശേഷം തുറന്നാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് വെള്ളമൊന്നും വറ്റിയിട്ടൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇനി ഒന്നും കൂടെ നമ്മൾ കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് ചൂടാറി വരുമ്പോഴൊക്കെ നല്ലോണം തിക്കാകും. ഇതിലോട്ടൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊന്നും ചേർക്കാനില്ല, ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പരിപാടി. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി മല്ലിയിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും. ചിക്കനാകുമ്പോൾ പെട്ടെന്ന് വേവും, മട്ടനും ബീഫും അതിൻ്റേതായ രീതിയിൽ വേവിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മുമ്പൊരു കറി ചെയ്തിട്ടുണ്ടായിന്, ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറി. അതും മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കറിയായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിലിട്ടിട്ട് സവാള എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്, ഒന്ന് അരച്ചെടുത്തിട്ടാണ്. ഇത് നമ്മൾ അരച്ചെടുക്കാനൊന്നുമില്ല, എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറിയും, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ മുളകൊക്കെ വറുത്തരച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചോറ്, ചപ്പാത്തി, പത്തിരി, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിത് സെർവ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. സമയമുണ്ടെങ്കിൽ ഇതുപോലെ വെക്കുക, ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.